വൈക്കത്ത് ആദിവാസി ഭൂ അവകാശ സമിതി MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പട്ടയം നൽകണമെന്നാവശ്യപ്പെട്ട് ചെമ്മനത്തുകര ISTP കോളനി നിവാസികളാണ് ആദിവാസി ഭൂ അവകാശ സമിതിയുടെ നേതൃത്വത്തിൽ CK ആശ MLAയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ആയിരത്തി 1990-91 കാലഘട്ടത്തിൽ സംയോജിത പാർപ്പിട പദ്ധതിയുടെ ഭാഗമായാണ് ചെമ്മനത്തുകര ISDP കോളനി രൂപീകരിച്ചത്. 35 ഉള്ളാട സമുദായത്തിൽപ്പെട്ടവർക്കാണ് 10 സെന്റ് ഭൂമി വീതം നൽകാൻ തീരുമാനിച്ചത്. അതായത് ഓരോ കുടുംബത്തിനും വീട് വയ്ക്കാൻ 5 സെന്റ് സ്ഥലവും ബാക്കി 5 സെന്റ് വീതം ഒരുമിച്ച് ചേർത്ത് അവരുടെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന തരത്തിൽ പൊതുസ്ഥലവും വാങ്ങി നൽകി. എന്നാൽ ഈ സ്ഥലം പട്ടികവർഗ വകുപ്പിന്റെ പേരിലാണ് വാങ്ങിച്ചത്. 5 വർഷത്തിന് ശേഷം എല്ലാവർക്കും സ്വന്തം ഭൂമിയുടെ പട്ടയം നൽകുമെന്നും പറഞ്ഞു. 5 വർഷത്തിനുള്ളിൽ പട്ടയം നൽകാമെന്ന് അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല. 2023 നവംബർ 10 പട്ടയം ആവശ്യപ്പെട്ട് താലൂക്ക് ഓഫീസിന് മുൻപിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. തുടർന്ന് CK ആശ MLAയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് മാർച്ച് 31-നകം പട്ടയം നൽകാമെന്ന് ഉറപ്പു നൽകി. തുടർന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് MLA ഓഫീസ് മാർച്ച് നടത്തുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. DYSPയുടെ നേതൃത്വത്തിൽ പോലീസ് മാർച്ച് വഴിയിൽ തടഞ്ഞു. തുടർന്ന് അപ്പു കാപ്പലിന്റെ അധ്യക്ഷതയിൽ ഭൂ അവകാശ സമിതി റോഡിൽ നടത്തിയ സമ്മേളനം KCS സംസ്ഥാന ജനറൽ സെക്രട്ടറി IR സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. അശ്രാന്ത പരിശ്രമം ചെയ്യുമ്പോഴും നമ്മുടെ MLA ഏതാണ്ട് 2 പ്രാവശ്യം ചർച്ചയ്ക്ക് വിളിച്ചു. അപ്പം ചർച്ചയ്ക്ക് വിളിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഇവിടുത്തെ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് ഈ സമരം ഒരു തടസ്സമായി തീരും, അല്ലെങ്കിൽ ഈ സമരത്തിന്റെ വ്യാപ്തി കേരളം മുഴുവൻ വ്യാപിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ. യോഗത്തിൽ തുടർന്ന് വിവിധ പട്ടിക വിഭാഗങ്ങളുടെ നേതാക്കളായ തിലകമ്മ പ്രേംകുമാർ, വൈക്കം കണ്ണൻ, CM ദാസപ്പൻ, അഡ്വക്കേറ്റ് സുനിൽ കാരാണി, കുഞ്ഞുമോൻ പുളിക്കൽ, മോഹൻദാസ്,